വിനോദായിരുന്നോ? ഞാനിപ്പോ ആലോചിച്ചതേ ഉള്ളൂ, കുറച്ചു ദിവസമായിട്ട് വിനോദിനെ കണ്ടില്ലല്ലോ. ഒന്ന് വരൂ. ഇടയ്ക്കിടെ വന്ന് നിങ്ങളെ ശല്യപ്പെടുത്തണ്ടല്ലോ എന്ന് കരുതി. ആഹാ, ഇതിപ്പോ വിനോദിന്റെ കൂടെ വീടല്ലേ? ഇരിക്കെ, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. രാധികേ, ദാ വിനോദ് വന്നിരിക്കുന്നു. അയ്യോ, ഞാൻ രാധികയെ കാണാൻ വന്നൊന്നുമല്ല. അതെനിക്കറിയാം. വന്ന സ്ഥിതിക്കൊന്ന് കാണുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. ആ, അറിഞ്ഞിട്ടാണോ അറിയാതെയാണോ എന്നറിയില്ല, ചേട്ടന്റെ ക്ലിനിക്കിൽ കയറിയപ്പോ മൂപ്പര് ചോദിക്കുകയാണ്, മനസ്സിന് വല്ല പിരിമുറുക്കമുണ്ടോന്ന്. ഉദാഹരണത്തിന് ഫോണിലൂടെ കിസ് ചോദിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ പിരിമുറുക്കം ഉണ്ടാവാന്നൊക്കെ. നമ്മളന്ന് ഫോണിൽ സംസാരിച്ചുണ്ടെന്ന് ചേട്ടൻ കേട്ടു. ഇവിടുത്തെ ഫോൺ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ. ഇടയ്ക്കൊരു ചേഞ്ചിന് നേരിട്ട് ഒന്ന് വരാമെന്ന് കരുതിയാവും. ഡോക്ടറെ കാണാനാ ഞാൻ വന്നേ. പുതിയ അസുഖം വല്ലതും? അതല്ല, വിനോദിനോടൊരു കാര്യം ചോദിക്കണമെന്ന് കുറച്ച് ദിവസമായി ഞാൻ വിചാരിക്കുന്നു. ബാംഗ്ലൂരിലുള്ള പെങ്ങടെ പഠിത്തം തീരാറായോ? ഫൈനൽ എക്സാം ഈ മാസമാ. എന്താ കാര്യം? അല്ല, പെൺകുട്ടികളാവുമ്പോ വല്ല ഏടാകൂടത്തിലും ചെന്ന് ചാടുന്നതിന് മുമ്പ് കെട്ടിച്ചു വിട്ടേക്കണം. അനുത്തിരി ബുദ്ധിയൊക്കെ ഉള്ള കൂട്ടത്തില. അതുകൊണ്ട് കാര്യമില്ല. അവളെക്കാളും ബുദ്ധിയുള്ള വല്ലവന്മാരും പുറകെ നടന്നാലോ? അക്കൂട്ടത്തിൽ ചിലപ്പോ അവളുടെ ഇരട്ടി പ്രായമുള്ളവരും കണ്ടേക്കും. അതൊക്കെയാ പ്രശ്നങ്ങൾ. അതുകൊണ്ടാ ഞാൻ പറയുന്നത്, ഉടനെ കെട്ടിച്ചു വിടുന്നതാ നല്ലത്.